ഇസ്ലാമിൻ്റെ ഹൃദയഭൂമിയായ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക പ്രദേശത്ത് മതന്യൂനപക്ഷങ്ങളുടെയും വംശന്യൂനപക്ഷങ്ങളുടെയും അവസ്ഥ ദയനീയമാണ്. ചരിത്രപരമായി തന്നെ ഇസ്ലാമിക ലോകത്തൊരു ന്യൂനപക്ഷ പ്രശ്നമുണ്ട്. നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്. അറബ് ലോകത്തു നിന്നും ജൂതന്മാർ ആട്ടിയോടിക്കപ്പെട്ടു. ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ അറബ് ലോകത്തെ ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥയുടെ ഒരു തത്സമയ ഉദാഹരണമാണ്. ഇസ്ലാം അഹ്ലുൽ കിതാബ് അഥവാ പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഏകദൈവ ആരാധകരായ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ ഇതാണെങ്കിൽ, ഇസ്ലാം മുഷ്രിക്കുകൾ അഥവാ ബഹുദൈവാരാധകർ എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളുടെ അവസ്ഥ അറബ് ഇസ്ലാമിക ലോകത്ത് എന്തായിരിക്കുമെന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. അത്തരമൊരു വിഭാഗമാണ് യസീദികൾ. അറബ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ചെറുതും ഏറ്റവും വൾണറബിളുമായ ഒരു വംശ മത എത്നിക് വിഭാഗമാണ് യസീദികൾ. ഇത് ഫൗസിയ അമീൻ സിഡോ, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന് മുമ്പാകെ അവരുടെ അനുഭവം പങ്കുവെക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തടവിൽ നിന്നും രക്ഷപ്പെട്ട ആ യസീദി യുവതി പറയുന്നത് ഇതാണ്: എൻ്റെ ബാല്യം എന്നിൽ നിന്ന് കവർന്നെടുത്തു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നെ തടവുകാരിയാക്കി. പിന്നെ ഗാസക്കാരനായ ഒരു ജിഹാദിക്ക് വിറ്റു. അവനുമായി വിവാഹിതയാവാൻ നിർബന്ധിക്കപ്പെട്ടു. 2 കുട്ടികളെ പ്രസവിച്ചു. വർഷങ്ങളോളം ഗാസയിൽ അടിമത്തത്തിൽ ജീവിച്ചു. 2014 വെറും 10 വയസ്സുള്ളപ്പോൾ ഇറാഖിലെ സ്വന്തം വീട്ടിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ആ യസീദി പെൺകുട്ടിയായ ഫൗസിയ മോചിതയാവുമ്പോൾ 21 വയസ്സായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ ലൈംഗിക അടിമയായി ഗാസയിലെ ജിഹാദിക്ക് വിറ്റ അവരെ ഇസ്രായേൽ സേന നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് മോചിപ്പിച്ചത്. ഒക്ടോബർ 2024. അങ്ങനെയാണ് ഫൗസിയ ഇറാഖിലെ അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഓർക്കുന്നില്ലേ ഈ മുഖം? അബൂബക്കർ അൽ ബഗ്ദാദി. ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവായ അബൂബക്കർ അൽ ബഗ്ദാദി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ ജുമാ പ്രസംഗമാണ് ഇത് ഈ കേൾക്കുന്നത്. 2014 ജൂലൈ 4 ആയിരുന്നു ഈ ഖുത്ബ പ്രസംഗം. 1924 ഉസ്മാനിയ ഖിലാഫത്തിനെ കമാൽ പാഷയുടെ നേതൃത്വത്തിലുള്ള തുർക്കിയുടെ പുതിയ സെക്യുലർ ഭരണകൂടം നിർത്തലാക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഖലീഫയായി അബൂബക്കർ അൽ ബഗ്ദാദിയുടെ അവരോധനത്തെ ഇസ്ലാമിക് ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനം ആയാണ് ആ ഭീകര സംഘടന അവതരിപ്പിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു സലഫി ജിഹാദി പ്രസ്ഥാനമാണ്. സലഫി ജിഹാദി സിദ്ധാന്തത്തിന്റെ ഏറ്റവും നാടകീയമായ പ്രകടനമായിരുന്നു അൽ ബഗ്ദാദിയുടെ ഖലീഫയായുള്ള അവരോധനം. 2014 ഖിലാഫത്ത് പ്രഖ്യാപിച്ചതിനു ശേഷം ഇസ്ലാമിക് സ്റ്റേറ്റ് നിരവധി വലിയ ഭീകരാക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഉദാഹരണത്തിന് 2015 പാരീസ് ആക്രമണം, 2016 ബ്രസൽസ് ബോംബാക്രമണം, 2016 ഫ്രാൻസിലെ നീസ് നഗരത്തിൽ നടത്തിയ ട്രക്ക് ആക്രമണം എന്നിവ. അതിതീവ്രമായ ക്രൂരതയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ മറ്റ് സുന്നി ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എങ്കിലും സുന്നി ഇസ്ലാമിക ചിന്താധാരയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റും അതുപോലെയുള്ള മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളും. I was taken to a sex slave market. The Islamic State men were sitting at the market as they made the women hold trays of tea and serve. This was to make sure the men could see the women. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ലൈംഗിക അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട ഫൗസിയ സ്വന്തം അനുഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. യസീദികൾ മുഷ്രിക്കുകൾ അഥവാ ബഹുദൈവ ആരാധകർ, വിഗ്രഹാരാധകർ ആണെന്നും ഷെയ്ത്താനെ ആരാധിക്കുന്നവരാണെന്നുമാണ് ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ കരുതുന്നത്. അതിനാൽ യസീദി പുരുഷന്മാരെ കൊന്നുകളയുന്നതും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വെക്കുന്നതും അനുവദനീയമാണെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ അവകാശപ്പെട്ടിരുന്നു. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും അടിമകളാക്കി വെക്കുന്നതും വിൽക്കുന്നതും മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അടിമകളാക്കി വെക്കപ്പെട്ടവരെ അവർ സബയ അല്ലെങ്കിൽ ലൈംഗിക അടിമ എന്ന് വിളിച്ചു. ഇത് നാദിയ മുറാദ്.
problem. Now there's no ISIS, but we cannot go back because Kurdish government and the Iraqi government, they are fighting each other who will control my area. And we cannot go back if we cannot protect our dignity, our ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിമകളാക്കപ്പെട്ട യസീദി സ്ത്രീകളിൽ ഒരാളായി. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡൻസി ടേമിൽ അവർ പ്രസിഡന്റ് ട്രംപിനോട് യസീദികൾ ഇസ്ലാമിക് സ്റ്റേറ്റിന് കീഴിൽ അനുഭവിച്ച യാതനകൾ വിവരിക്കുക. അവരുടെ ആത്മകഥയാണ് ദ ലാസ്റ്റ് ഗേൾ എന്ന ഈ പുസ്തകം. ഈ ആത്മകഥയിൽ നാദിയ മുറാദ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തടവിൽ അവർ അനുഭവിച്ച യാതനകൾ വിവരിക്കുന്നു. അടിമക്കച്ചവടത്തിന് പ്രായം കൂടുതലായതിനാൽ നാദിയയുടെ അമ്മയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊലപ്പെടുത്തുകയാണ്. ഇസ്ലാമിലേക്ക് മതം മാറാൻ വിസമ്മതിച്ചതിനാൽ അവരുടെ 6 സഹോദരന്മാരെയും വധിക്കുകയാണ്. നാദിയയുടെ അനുഭവങ്ങൾ യസീദി സമൂഹത്തിനെതിരെ ഐസിസ് നടത്തിയ ക്രൂരതകളുടെ ഭാഗമായി. 2018 അവരെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിക്കൊണ്ട് ലോകം ആദരിച്ചു. യസീദികളുടെ വിശ്വാസപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 7 ദിവ്യജീവികളെ സൃഷ്ടിച്ചു. 7 മലക്കുകൾ, അവരുടെ ഭാഷയിൽ മെലേക്ക്, തകർന്ന മുത്തുപോലുള്ള ഒരു ഗോളത്തിൻ്റെ കഷ്ണങ്ങളിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ദൈവം തൻ്റെ പ്രധാന ദൂതനായ തവൂസി മെലേക്കിനെ ഭൂമിയിലേക്ക് അയച്ചു. അവിടെ തവൂസി മെലേക്ക് ഒരു മയിലിൻ്റെ രൂപം സ്വീകരിച്ച് ലോകത്തെ തൻ്റെ തൂവലുകളുടെ തിളക്കമുള്ള നിറങ്ങളാൽ വരച്ചു. ഭൂമിയിൽ തവൂസി മലക്ക് ആദ്യ മനുഷ്യനായ ആദമിനെ കാണുന്നു. ദൈവം ആദമിനെ അമർത്യനും സമ്പൂർണനുമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ തീരുമാനത്തെ തവൂസി മലക്ക് ചോദ്യം ചെയ്തു എന്നാണ് കഥ. ആദമിന് പുനരുൽപാദനം നടത്തണമെങ്കിൽ ആ ആദ്യ മനുഷ്യന് അമർത്യനാകാൻ കഴിയില്ലെന്നും സമ്പൂർണനാകാൻ കഴിയില്ലെന്നും തവൂസി മലക്ക് ദൈവത്തോട് നിർദ്ദേശിക്കുന്നു. മാത്രവുമല്ല, ദൈവം ആദമിന് വിലക്കിയിരിക്കുന്ന ഗോതമ്പ് ആദമിന് കഴിക്കണം, അമർത്യനല്ലാത്ത ആദമിന് ജീവിക്കണമെങ്കിൽ. ദൈവം മെലക്കിനോട് ഉചിതമായ തീരുമാനമെടുക്കാൻ പറയുന്നു. അതായത് ലോകത്തിൻ്റെ വിധി തവൂസി മെലക്കിൻ്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുന്നു. അങ്ങനെ ആദം ഗോതമ്പ് കഴിക്കുന്നു, പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അങ്ങനെ മയിൽ മാലാഖ ഭൂമിയുമായുള്ള ദൈവത്തിൻ്റെ ബന്ധമായും സ്വർഗവുമായുള്ള മനുഷ്യൻ്റെ ബന്ധവുമായും മാറി. യസീദികൾ പ്രാർത്ഥിക്കുമ്പോൾ തവൂസി മെലക്കിനോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പുതുവത്സരം ആ മെലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസമായി ആഘോഷിക്കുന്നു. മയിലിൻ്റെ വർണ്ണാഭമായ ചിത്രങ്ങൾ പല യസീദി വീടുകളെയും അലങ്കരിക്കുന്നു. എന്നാൽ സുന്നി മുസ്ലിങ്ങൾ യസീദികളെ ഷെയ്ത്താൻ്റെ ആരാധകരായാണ് കണ്ടത്. ഇറാഖിലെ സിഞ്ചാർ പ്രദേശത്തെ കോച്ചോ എന്ന ഗ്രാമത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ 1700 യസീദികളെയാണ് 2014 ജൂലൈ ആദ്യ ആഴ്ചയിൽ തടവിലാക്കിയത്. അതിലൊരാളായിരുന്നു നാദിയ മുറാദ്. പന്ത്രണ്ട് ദിവസം ആ ഗ്രാമത്തിലെ യസീദികളെ ഒരു സ്കൂളിൽ തടവിൽ പാർപ്പിച്ചു. മതം മാറാൻ വിസമ്മതിച്ചതിനാൽ പുരുഷന്മാരെയും ആൺകുട്ടികളെയും പ്രായമുള്ള സ്ത്രീകളെയും വെടിവെച്ചു കൊന്നു. പെൺകുട്ടികളെയും യുവതികളെയും സഭയകളാക്കി, ലൈംഗിക അടിമകളാക്കി. ഇറാഖിൻ്റെയും സിറിയയുടെയും പല ഭാഗങ്ങളിൽ അവരെ വിറ്റഴിക്കപ്പെട്ടു. ഇത് 20 വയസ്സുകാരിയായ ഇസ്ര, ഇസ്ലാമിക് സ്റ്റേറ്റ് ലൈംഗിക അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അതിജീവിത. ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ അടിച്ചേൽപ്പിച്ച ബുർക്ക അഴിച്ച് കത്തിക്കുന്ന ദൃശ്യമാണിത്. ഈ വസ്ത്രങ്ങൾ കത്തിക്കുന്നത് പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനെയും നശിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന ആഗ്രഹവും അവർ ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇറാഖിലെ സിഞ്ചാർ മല, മൗണ്ട് സിഞ്ചാർ. അറബിയിൽ അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വ ഷം എന്നും
ചുരുക്കപ്പേരായി ഡാഷ് എന്നും അറിയപ്പെടുന്ന കൊടും ഇസ്ലാമിക ഭീകര സംഘമായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ നടത്തിയ ഇസ്ലാമികവൽക്കരണ പടയോട്ടത്തിൻ്റെ ഭാഗമായുള്ള കൂട്ടക്കൊലകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ബലാത്സംഗങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ 2014 യസീദികൾ പലായനം ചെയ്തത് ഈ മലനിരകളിലൂടെയാണ്. 2014 ഓഗസ്റ്റ് 3 പുലർച്ചെയോടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉത്തര ഇറാഖിലെ സിഞ്ചാർ മേഖലയിലുടനീളം ഏകോപിതമായ ആക്രമണം ആരംഭിച്ചത്. യസീദികളുടെ ജന്മനാടായിരുന്നു ഈ പ്രദേശം. ആക്രമണം ഇറാഖിലെ മൊസൂൾ, ടൽ അഫർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ആരംഭിച്ചത്. അതോടൊപ്പം സിറിയയിലെ അൽ ഷദ്ദാഡി, ടെൽ ഹമീസ് എന്നീ മേഖലകളിൽ നിന്നുമുള്ള ആക്രമണങ്ങളിലൂടെ സിഞ്ചാറിലെ ജനങ്ങളെ 4 വശത്തു നിന്നും വളഞ്ഞു. പ്രദേശത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന കുർദ് സൈന്യം, പേഷ്മേർഗ എന്ന് പറയും, അവരുടെ താവളങ്ങളും ചെക്ക് പോസ്റ്റുകളും ഉപേക്ഷിച്ച് അവർ പിൻവാങ്ങി. ഇതിലൂടെ യസീദികൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുകയുണ്ടായി. തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 12,000 യസീദികൾ കൊല്ലപ്പെടുകയോ പോകപ്പെടുകയോ ചെയ്തു. ജിഹാദികൾ യസീദികളെ വിവിധ വിഭാഗങ്ങളായി വേർതിരിക്കുകയുണ്ടായി. യുവതികളെയും പെൺകുട്ടികളെയും ബലമായി മതപരിവർത്തനം നടത്തുകയും അവരെ ഇറാഖിലെയും സിറിയയിലെയും ഇസ്ലാമിക് സ്റ്റേറ്റ് പോരാളികളുടെ സഭയ അല്ലെങ്കിൽ ലൈംഗിക അടിമകൾ ആക്കാനോ നിർബന്ധിത ഭാര്യമാരാക്കാനോ ആയി ഉപയോഗിക്കുകയും ചെയ്തു. പ്രായപൂർത്തി ആകാത്ത യസീദി ആൺകുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ബാലസൈനികരാക്കി. ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച മുതിർന്ന ആൺകുട്ടികളെയും പുരുഷന്മാരെയും ചില മുതിർന്ന സ്ത്രീകളെയും വെടിവെച്ചോ കഴുത്തറുത്തോ വധിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിൻ്റെ ഫലമായി ഏകദേശം 2,50,000 യസീദികൾ സിഞ്ചാർ പർവ്വതത്തിലേക്ക് പലായനം ചെയ്തു. 2014 ഡിസംബറിലാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും കുർദ് സേനകളുടെയും നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് എതിരെ ഒരു സൈനിക ആക്രമണം ആരംഭിച്ചത്. അതിൻ്റെ ഫലമായി ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ തുറക്കാനും ഐസിസിൻ്റെ സപ്ലൈ റൂട്ടുകൾ തടസ്സപ്പെടുത്താനും സാധിച്ചു. ഈ കോറിഡോർ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി. അവിടേക്കാണ് ഏകദേശം 4 ലക്ഷം യസീദികൾ അഭയം തേടി പലായനം ചെയ്തത്. അബൂബക്കർ അൽ ബഗ്ദാദി 2019 ഒക്ടോബർ 27 കൊല്ലപ്പെട്ടത്. സിറിയയിലെ ഇദ്ലിബ് പ്രവിശ്യയിലെ ബരീഷ എന്ന ഗ്രാമത്തിലാണ് അമേരിക്കൻ പ്രത്യേക സേന നടത്തിയ ഓപ്പറേഷനിൽ ബഗ്ദാദി മരിച്ചത്. അമേരിക്കൻ കമാൻഡോകൾ പിന്തുടർന്ന സമയത്ത് അയാൾ സ്വയം തൻ്റെ സ്ഫോടക വസ്ത്രം പൊട്ടിച്ചാണ് മരിച്ചത്. ലൈല ഠലു എന്ന ഈ യസീദി അതിജീവിത പറയുന്നത്, യസീദികൾക്കെതിരെയുള്ള അതിക്രമത്തിന് കാരണക്കാരനായ ബഗ്ദാദി കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്നുവെന്നാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദി ഗ്രൂപ്പിൻ്റെ മറ്റു പ്രവർത്തകരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നും അവർ ആവശ്യപ്പെടുന്നു. നമുക്ക് 2 തലമുറകളിലെ പൂർവികരെ ഒരേ ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ കഴിയില്ല. യസീദി സമൂഹത്തിൽ വ്യാപകമായ ഒരു വിശ്വാസ പ്രമാണമാണിത്. ഭൂരിപക്ഷ മുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് കാലാകാലങ്ങളിൽ നിരന്തരം ആട്ടിയോടിക്കപ്പെട്ടവരാണ് യസീദികൾ. യസീദികൾ വിശാലമായ കുർദ് വംശീയ സമൂഹത്തിനുള്ളിലെ ഒരു മത എത്നോ റിലീജിയസ് സമൂഹമാണ്. കുർദുകൾക്കിടയിലെ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് യസീദികൾ. കുർദ് ജനസംഖ്യയുടെ ഏകദേശം 75% പേരും ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അങ്ങനെ യസീദികൾ കുർദ് സമൂഹത്തിനുള്ളിലെ ഒരു പ്രത്യേക മതന്യൂനപക്ഷമായി മാറി. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് സാമ്രാജ്യത്തിൻ്റെ, തുർക്കിയുടെ ഇസ്ലാമിക കൊളോണിയലിസത്തിൻ്റെ കീഴിലായിരുന്നു ഇന്നത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ മിക്ക പ്രദേശങ്ങളും. ഇസ്ലാമിക പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ ദയനീയമായ അവസ്ഥയുടെ ഒരു പരിച്ഛേദമാണ് യസീദികൾ. അവരുടെ ദുരവസ്ഥ ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ വരവിന് മുമ്പേ തുടങ്ങിയിരിക്കുന്നു. 1892 ഓട്ടോമൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ യസീദികളെ നിർബന്ധിതമായി മതം മാറ്റാൻ ഉത്തരവിട്ടിരുന്നു. ഒന്നുകിൽ വിശ്വാസം തെറ്റ് തിരുത്തി സുന്നി ഇസ്ലാമിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ വധശിക്ഷയോ നാടുകടത്തലോ നേരിടുക. ഇതിലൊന്ന് തിരഞ്ഞെടുക്കാനായിരുന്നു അവർക്ക് നൽകിയ നിർദ്ദേശം. ഏതാണ്ട് ഇത് തന്നെയാണ് പിൽക്കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റും അവരോട് ചെയ്തത്. 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ തങ്ങൾ പിശാചിനെ ആരാധിക്കുന്നവരാണെന്ന ആരോപണം ഉയർന്നത് മുതൽ ഏകദേശം 74 തവണയോളം പീഡനങ്ങളും വംശഹത്യയും
യസീദികൾ നേരിട്ടിട്ടുണ്ട്. യസീദി മതത്തെ ദുഷ്ടവൽക്കരിക്കുന്നതിനുള്ള പ്രധാന കാരണം അവർ തവൂസി മലക്കിനെ അതിയായ ഭക്തിയോടെ ആദരിക്കുന്നതെന്നാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐസിസ് അംഗങ്ങൾ 6000-ലധികം യസീദി സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുകയും 5000-ലധികം യസീദികളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യസീദികളുടെ ഒരു പുതുവത്സര ദിനത്തിൻ്റെ ഭാഗമായുള്ള എണ്ണ വിളക്കുകൾ കത്തിക്കുന്നൊരു ചടങ്ങാണ് ഇത്. ലാലിഷ് എന്ന അവരുടെ പുണ്യസ്ഥലത്തെ അവരുടെ തീർത്ഥാടന ദേവാലയത്തിലാണ് ഈ വിളക്കുകൾ കത്തിക്കുന്നത്. യസീദികൾക്കെതിരെയുള്ള ക്രൂരത ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. ഉദാഹരണത്തിന് 9-ാം നൂറ്റാണ്ടിലെ അബ്ബാസിദ് ഖിലാഫത്ത് കാലത്ത് ഇന്നത്തെ ഇറാഖിലെ മൊസൂൾ നഗരത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഡാസിൻ എന്ന ഒരു യസീദി നാട്ടുരാജ്യമുണ്ടായിരുന്നു. മീർ ജാഫർ എന്ന യസീദി നാട്ടുരാജാവായിരുന്ന കാലത്ത് അബ്ബാസിദ് ഖിലാഫത്ത് സൈന്യം കലണ്ടർ വർഷം 839 ഡാസിൻ ഗ്രാമങ്ങളും പട്ടണങ്ങളും കൊള്ളയടിച്ചു. യസീദി പുരുഷന്മാരെയും പ്രായമുള്ള ആൺകുട്ടികളെയും കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി ഇന്നത്തെ ഇറാഖിലെ തിക്രിത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഡാസിൻ എന്ന യസീദി നാട്ടുരാജ്യത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാതായി. 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഷെയ്ഖ് അലി ഇബ്ന് മുസഫിർ അൽ ഹക്കരി എന്ന യസീദി പഴയ നാട്ടുരാജ്യത്തിൻ്റെ ബാക്കിയുള്ള പ്രദേശത്ത് തുടങ്ങിയതാണ് ഷെയ്ഖാൻ എന്ന നാട്ടുരാജ്യം. തുർക്കിയിലെ ഉസ്മാനിയ സാമ്രാജ്യ ഭരണകാലത്ത് ഷെയ്ഖാൻ പ്രദേശവും സിഞ്ചാർ പ്രദേശവും മൊസൂൾ പ്രവിശ്യയുടെ ഭാഗമായി മാറി. അക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കടുത്ത സമ്മർദ്ദം യസീദികളുടെ മേൽ ഉണ്ടായി. പ്രത്യേകിച്ചും 1521 മുതൽ 1566 വരെ ഉസ്മാനിയ സുൽത്താനായിരുന്ന സുലൈമാൻ ദി മാഗ്നിഫിഷൻ്റെ കാലത്ത് അക്കാലത്ത് ഇസ്ലാം മത പണ്ഡിതരുടെ ഫത്വകൾ തന്നെയാണ് യസീദികളുടെ കൂട്ടക്കുരുതിയെയും യസീദി സ്ത്രീകളെ അടിമകളാക്കി വിൽക്കുന്നതിനെയും ന്യായീകരിക്കാൻ ഉപയോഗിച്ചത്. ഫ്രഞ്ച് ഓറിയൻ്റലിസ്റ്റായ റോജർ ലെസ്കോ പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ മാത്രം ഉസ്മാനിയ ഖിലാഫത്ത് ഭരണം സിഞ്ചാറിലും ഷെയ്ഖാനിലും ഉള്ള യസീദി പ്രദേശങ്ങൾക്കെതിരെ 15 സൈനിക ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ ആകട്ടെ 5 സൈനിക ആക്രമണങ്ങളാണ് അവർക്കെതിരെ ഓട്ടോമൻ സാമ്രാജ്യം അഴിച്ചുവിട്ടത്. അതിൽ ചിലതിന് നേതൃത്വം കൊടുത്തത് കുർദുകളായിരുന്നു. ഉസ്മാനിയ സാമ്രാജ്യം 1915 അവസാനിച്ചതോടെയാണ് യസീദികൾക്കെതിരെയുള്ള ഇസ്ലാമിക കൂട്ടക്കുരുതികൾ അവസാനിച്ചത്. ഒരേ വംശജരും ഒരേ ഭാഷ സംസാരിക്കുന്നവരുമാണെങ്കിലും മുസ്ലിങ്ങളായ കുർദുകളും തവൂസി മലേക്കിനെ ആരാധിക്കുന്ന യസീദികളും തമ്മിലുള്ള ബന്ധത്തിലും ഇസ്ലാമിക വിശ്വാസ മേധാവിത്വത്തിൻ്റെ ഭാഗമായുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു. കുർദ് യസീദി ബന്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് 1832 റവാൻഡൂസ് എന്ന സ്ഥലത്തെ കുർദ് ഭരണാധികാരിയായ മീർ മുഹമ്മദ് നയിച്ച സൈനിക ആക്രമണം. 2 വർഷക്കാലം നീണ്ട ആ സൈനിക ക്യാമ്പയിനിൽ ഏകദേശം 130,000 യസീദികൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയനിലൊരു നഗരമാണ് റവാൻഡൂസ്. ഇന്ന് പക്ഷേ കുർദുകൾ പൊതുവെ മതേതരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായൊരു സംസ്കാരം വികസിപ്പിച്ചു. സിറിയയിലെയും ഇറാഖിലെയും കുർദുകളുടെ സൈന്യത്തിൽ യസീദികളും ഇന്ന് അംഗങ്ങളാണ്. 2017 ജൂൺ 2 സ്വന്തം ഗ്രാമമായ കോച്ചോയിലേക്ക് നാദിയ മുറാദ് തിരിച്ചു വരുന്ന ഒരു വികാരഭരിതമായ ദൃശ്യങ്ങളാണിത്. ഈ ഗ്രാമത്തിൽ വെച്ചാണ് 2014 ഓഗസ്റ്റ് മാസത്തിൽ നാദിയ മുറാദ് അടക്കമുള്ള ഗ്രാമത്തിലെ മുഴുവൻ യസീദികളെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദി ഭീകരർ പിടിച്ചുകൊണ്ടുപോയത്. സിഞ്ചാർ പ്രദേശത്തു നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് തട്ടിക്കൊണ്ടുപോയവരിൽ 3000 പേർ ഇനിയും മിസ്സിംഗ് ആണ്. അവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പരാജയപ്പെടുത്തിയെങ്കിലും ജിഹാദിസം പല രൂപത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും
ഇന്നും സജീവമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഇറാഖിലെ കുർദിസ്ഥാനിലേക്കും മറ്റും പലായനം ചെയ്ത 3 ലക്ഷത്തിലധികം യസീദികളിൽ പകുതിയിൽ താഴെ മാത്രമാണ് അവരുടെ ജന്മദേശമായ സിഞ്ചാറിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. ബാക്കിയുള്ളവർ ഇപ്പോഴും കുർദിസ്ഥാൻ റീജിയനിലെ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നു. നമുക്ക് 2 തലമുറയിലെ പൂർവികരെ ഒരേ ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ കഴിയില്ല എന്ന യസീദികളുടെ രോദനം നൂറ്റാണ്ടുകളായി അവർ ഇസ്ലാമിക ലോകത്ത് അനുഭവിച്ച യാതനകളിൽ നിന്നും ഉണ്ടായ അരക്ഷിത ബോധത്തെയാണ് കാണിക്കുന്നത്. ആ അരക്ഷിത ബോധം മേഖലയിൽ ജിഹാദി ഇസ്ലാമിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം തുടരുക തന്നെ ചെയ്യും.